ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായി കഴുകി ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഇറച്ചിച്ചോറ്. അപ്പം നമുക്ക് ഇതൊന്ന് പകുതി വേവിലൊന്ന് ഈ ബീഫൊന്ന് വേവിച്ചൊന്ന് എടുക്കാം. അതിനുവേണ്ടി ഞാനിതൊന്ന് കുക്കറിലോട്ടൊന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ചടപടേന്നും പറഞ്ഞൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇറച്ചി ഇവിടെ പകുതി വേവാകട്ടെ. അതേസമയം നമുക്ക് പോയിട്ട് ഇറച്ചി ചോറിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മല്ലിച്ചീര, പുതിന ഇത് ഞാനിവിടെ അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചൊന്ന് വെച്ച് കൊടുക്കാം. 9 സവാളയോളം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, പിന്നെ കറി മസാല പൊടിക്കാത്തത്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടിച്ചത് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് ഇറച്ചിച്ചോറിന് വേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇറച്ചി പകുതി വേവായിട്ടുണ്ടോ എന്ന് നമുക്കിതൊന്ന് തുറന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇറച്ചി ഇവിടെ പകുതി വേവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി വേവ് നമുക്ക് ചോറിൻ്റെ കൂടെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വേവിക്കേണ്ടത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഉരുളിയോ അല്ലെങ്കിൽ കടാഴിയോ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞു. നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് സവാളയൊന്നും അടിക്ക് പിടിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയൊന്ന് കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാളയൊന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റി നമുക്ക് കൊടുക്കാം. അടിക്ക് പിടിക്കാൻ പാടില്ല. അതുവരെ നന്നായി ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊന്ന് കൂടുതലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് എരിവൊന്ന് പാകത്തിന് കിട്ടും. ഞാനിതിലോട്ട് ചേർത്തിരിക്കുന്ന പച്ചമുളക് ഒരു 8 പച്ചമുളക് ആണ് കേട്ടോ ചതച്ചെടുത്തത്. ബാക്കി നമുക്ക് കുരുമുളക് പൊടിയുണ്ടല്ലോ, അതിൻ്റെ എരിവും കൂടി ആകുമ്പോൾ എരിവ് ഏകദേശം ഒരു പാകത്തിനായിട്ട് നമുക്കൊന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് ഞാൻ കറി മസാല പൊടിക്കാത്തതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സവാള ഇവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളിയും കൂടി ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ഇറച്ചിയിലോട്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് ഒരു സ്പൂണോളമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂണ് കറി മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഓരോരുത്തവരെ എരിവിന് പാകത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഗൈസ് നമുക്ക് ഇതിലോട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് 2 ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് ഇതിലോട്ട് അടുത്തതായിട്ട് ഒഴിക്കേണ്ടത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുകൂടാതെ തന്നെ ഞാൻ 3 ലിറ്റർ വെള്ളം വേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിയൊന്ന് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സുലൈഖ അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് 3/4 കിലോനോളം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരി ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അരിയെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ഉണ്ടാകുന്ന നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മൂടിയുടെ മേളിലോട്ട് ഒരു കല്ലും കൂടി കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അരിയൊന്ന് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കേ. ഇനി ഗൈസ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് നേരത്തെ വെച്ചതുപോലെ തന്നെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് നമുക്ക് വെയിറ്റുള്ള കല്ലും കൂടി കയറ്റി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തും കൂടി ഒന്ന് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇറച്ചിച്ചോറിൻ്റെ അടിയിലെ വെള്ളവും കൂടി ഒന്ന് വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇറച്ചിച്ചോറ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേഷനും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചീരയും പുതിനയും കൂടി നമുക്കിതിലോട്ട് തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇറച്ചിച്ചോറ് നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇറച്ചിച്ചോറ്. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡായിട്ട് കച്ചമ്പറോ അല്ലെങ്കിൽ പുളിങ്കറിയോ ഉണ്ടാക്കാം. കൂടുതൽ ബെറ്റർ പുളിങ്കറി ഉണ്ടാക്കുന്നതാണ്. എനിക്കതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കച്ചമ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഓക്കെ, ബായ്.